മദീനയിൽ ഉഹുദിൽ ഒരുപാട് ആളുകളെ കാണാം എപ്പോഴും. ഹംസ റളിയല്ലാഹു അൻഹുവിനെ അടക്കിയിരിക്കുന്നതല്ലാതെ ഉഹുദ് യുദ്ധം നടന്നതല്ലാതെ വേറെ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ? ഹംസ റളിയല്ലാഹു അൻഹുവിനെ അടക്കിയിരിക്കുന്നതെന്നല്ലാതെ എന്ന് ചോദിച്ചാൽ, ഹംസ റളിയല്ലാഹുവിന് ചെറിയ ആളല്ല, സയ്യിദു ഷുഹദ ആണ്, ഷുഹദാക്കളുടെ നേതാവാണ്. അപ്പോൾ ചില്ലറക്കാരനല്ല. പിന്നെ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലം എന്നതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ സുഗന്ധമുള്ള പാറകളുണ്ടവിടെ. ജിബ്രീൽ അലൈഹിസ്സലാം ആരംഭപ്പൂവിനെ എടുത്തുയർത്തിക്കൊണ്ടിരുത്തിയ പർവ്വതമുണ്ടവിടെ. പിന്നെ പറഞ്ഞാൽ തീരാത്ത എത്ര സ്ഥലങ്ങളാണുള്ളത്, എത്ര ഇടങ്ങളാണുള്ളത്. മസ്ജിദുൽ ഫസഹ് ഉൾപ്പെടെ ഒരുപാട് സഹാബത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു തന്നെ പള്ളി, ചെറിയ പള്ളിയെ വിശാലമാക്കി കൊടുത്ത, അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സ്ഥലമുണ്ടെന്നവിടെ. അങ്ങനെ ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ തീരാത്ത കഥകളുണ്ട് ഉഹദിന് പറയാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉഹദിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദുആഇന് ഇജാബത്തുള്ള സ്ഥലമാണ്, മഹബത്ത് കൂടുന്ന സ്ഥലമാണ്, ഇഷ്ക് കൂടുന്ന സ്ഥലമാണ്. മദീനത്തേക്ക് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതൊക്കെ നേടിത്തരാൻ അതിൻ്റെ കേന്ദ്രബിന്ദുവായ ഉഹദ് ഒരു ഓഫീസ് പോലെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മദീനത്ത് പോകുന്നവർ ഉഹദിനെ സ്നേഹിക്കുക, ഉഹദിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക, ഉഹദിൽ കരയുക, ഉഹദിൽ യാസീൻ ഓതുക, ഉഹദിൽ സിയാറത്ത് ചെയ്യുക. അത് ഈ പൊരുവയിലത്ത് വെപ്രാൾപ്പെട്ട് ചെയ്തു പോകുന്നതല്ല, ഹൃദയം സമർപ്പിച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ അൽ ജവാബ് കാണുന്ന സഹോദരിമാർ, സഹോദരങ്ങളൊക്കെ അത് ശ്രദ്ധിക്കണം. അതൊരു നിർബന്ധമായ അമലായി നിങ്ങൾ കാണണം. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ.